ഹായ് എവരി വൺ. ഇന്ന് ഐഡിയൽ എന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറം ഇതാണ്: an ideal generated by p of x not equal to 0 of f of x is maximal ideal if and only if the polynomial p of x is irreducible over f. അതായത് the ideal generated by p of x which is not equal to 0 of f of x is maximal if and only if p of x is irreducible over f. അതായത് ഈ പോളിനോമിയലിനാൽ ജനറേറ്റഡ് ചെയ്യപ്പെട്ട ഐഡിയൽ എന്നത് മാക്സിമൽ ആവണമെങ്കിൽ, എഫ് ഓഫ് എക്സ് മാക്സിമൽ ആവണമെങ്കിൽ ആ പോളിനോമിയൽ എന്നത് എഫിൽ ഇറെഡ്യൂസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. നമുക്ക് രണ്ട് ഭാഗത്തേക്കും പ്രൂഫ് കൊടുക്കണം. അപ്പോൾ ആദ്യം സപ്പോസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഈസ് മാക്സിമൽ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ മാക്സിമൽ ഐഡിയലാണ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ, ഇവിടെ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നതാണ്. അതായത് പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന പോളിനോമിയൽ. ഓക്കെ, ഇവിടെ പി ഓഫ് എക്സ് ആണുള്ളത് കേട്ടോ. ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ്. ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ കോൺട്രേഷൻ എടുക്കുക. അതായത് പി ഓഫ് എക്സ് എന്നത് റെഡ്യൂസിബിൾ ആണ്. സപ്പോസ് പി ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ. പി ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ ഓവർ എഫ്. അപ്പോൾ പി ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണ് എങ്കിൽ പി ഓഫ് എക്സ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, where f of x, g of x belongs to f of x. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെ ഒക്കെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ആൻഡ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സ് സ്ക്വയർ മൈനസ് 4 ആണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. കാരണം ഈ രണ്ട് ഫാക്ടറിൻ്റെയും ഡിഗ്രി എന്നത് ഇതിനേക്കാളും കുറവായിരിക്കണം അല്ലേ? ഓക്കെ, then degree of f of x less than degree of p of x and degree of g of x less than degree of p of x. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി പി ഓഫ് എക്സ് എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നത് മാക്സിമൽ ഐഡിയലാണെന്ന് എടുത്തിട്ടുണ്ട്. മാക്സിമൽ ഐഡിയൽ, എല്ലാ മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയലും കൂടിയാണ് അല്ലേ? സോ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് പ്രൈം ഐഡിയൽ. പ്രൈം ഐഡിയൽ ഓൾസോ. ഇനി പ്രൈം ഐഡിയൽ ആണെങ്കിൽ എന്താ കണ്ടീഷന്? ഒരു പ്രൊഡക്റ്റ് എന്നത് നമ്മുടെ ഐഡിയൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഐഡിയൽ ഉണ്ടാവണം. അതാണല്ലോ പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞാൽ. അപ്പം അതായത് ഇപ്പോൾ എ ബി എന്നത് എന്നിലുണ്ടെങ്കിൽ ഐദർ എ ബിലോങ്സ് ടു എൻ ഓർ ബി ബിലോങ്സ് ടു എൻ. പ്രൊഡക്റ്റ് എന്നത് നമ്മുടെ ഐഡിയൽ ഉണ്ടെങ്കിൽ ഒന്നുകിൽ എ എന്ന ഈ ഫസ്റ്റ് ഇത് ഐഡിയൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബി എന്നത് നമ്മുടെ ഐഡിയൽ ഉണ്ടാവും. അതാണ് പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നത് പ്രൈം ഐഡിയലാണെന്നറിയാം. കൂടാതെ പി ഓഫ് എക്സ് എന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് അല്ലേ? ഓക്കെ, ഈ പി ഓഫ് എക്സ് എന്നത് എവിടെ ഉണ്ടാവും? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൽ ഉണ്ടാവും.
കാരണം ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലാണ്. അപ്പോൾ എന്തായാലും ഈ പി ഓഫ് എക്സ് എന്ന ഈ പോളിനോമിയൽ എവിടെ ഉണ്ടാവും? ഇത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് എന്നത് ഇത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ട്. കൂടാതെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് താനും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എവിടെ ഉണ്ടാവും? ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ട്. അപ്പോൾ നോക്കൂ, ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നത് പ്രൈം ഐഡിയലാണ്. മാത്രമല്ല ഒരു പ്രൊഡക്റ്റ് എന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന പ്രൊഡക്റ്റ് എന്നത് നമ്മുടെ പ്രൈം ഐഡിയയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്ത് പറയാം? ഒന്നുകിൽ എഫ് ഓഫ് എക്സ് എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ടാവും, അതല്ലെങ്കിൽ ജി ഓഫ് എക്സ് എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ടാവും. Then by definition of prime ideal, either f of x belongs to the ideal generated by p of x, or g of x belongs to the ideal generated by p of x. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സിനെ പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ കഴിയും അല്ലേ? വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ, അതായത് സം എച്ച് ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, ഓർ ജി ഓഫ് എക്സ് എന്നത് പി ഓഫ് എക്സിലുണ്ടെങ്കിൽ ജി ഓഫ് എക്സിനെ പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിൽ എഴുതാം, ഓർ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ക്യൂ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഒക്കെ നമ്മുടെ എഫ് ഓഫ് എക്സിലുള്ള ആളുകളാണ്. അതായത് എച്ച് ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സിനെ നമ്മൾ എച്ച് ഓഫ് എക്സിൻ്റെയും പി ഓഫ് എക്സിൻ്റെയും പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും അതേപോലെ ജി ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ്, പി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഉണ്ടാവില്ലേ? അതെന്തായിരുന്നു? Therefore, degree of f of x is greater than degree of p of x. അതായത് ഇവിടെ എഴുതുന്നതിൻ്റെ ഡിഗ്രിനേക്കാളും കുറവാവണം ഇവിടെ എഴുതുന്ന ഡിഗ്രികൾ അല്ലേ? ഈ രണ്ട് പോളിനോമിയലിൻ്റെയും ഡിഗ്രികൾ. ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. അതുപോലെ തന്നെ ഇവിടെയും ജി ഓഫ് എക്സിനെ നമ്മൾ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നാക്കി. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ല. കാരണം ഇക്വേഷൻ 1 നോക്കൂ. ഇക്വേഷൻ 1 എന്നത് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എന്നും ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എന്നാണ് കിട്ടിയത്. ഇവിടെയോ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു 1. So പി ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ. ഇത് റെഡ്യൂസിബിൾ ആണെന്ന് എടുത്തുകൊണ്ടാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ്. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി പി ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ്. We have to prove that the ideal generated by P of x is maximal. അപ്പോൾ വീണ്ടും കോൺട്രഡിക്ഷൻ പ്രകാരം നമ്മുടെ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നത് മാക്സിമൽ അല്ല എന്നെടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് മാക്സിമൽ അല്ലെങ്കിൽ പി ഓഫ് എക്സിൻ്റെയും അതേപോലെ തന്നെ എഫ് ഓഫ് എക്സിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഒരു ഐഡിയൽ കാണാൻ കഴിയും. ആ ഐഡിയലാണ് എൻ എന്ന് സപ്പോസ് ചെയ്തു. അപ്പോൾ സപ്പോസ് ദാറ്റ് എൻ ഈസ് ആൻ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ്
f of x such that the ideal generator p of x is contained in n is contained in f of x. Okay, this is number 2. ഇവിടെ നമുക്കറിയാം the ideal generated by p of x is contained in n എന്നറിയാം. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുന്നു. ഇനി the ideal generated by p of x എന്നത് എന്നിലുണ്ടെങ്കിൽ നമ്മുടെ പോളിനോമിയൽ എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. ഇപ്പോൾ p of x എന്നത് എന്നിലുണ്ട്. ഇനി എന്നിൻ്റെ പ്രത്യേകത നോക്കൂ. n എന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഐഡിയലാണ്. ഇവർ എഫ് ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയലായിരിക്കും എന്നൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് എവറി ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് where f is a field is principal ideal. Here n is an ideal of f of x where f is a field. So n is a principal ideal. അപ്പോൾ n എന്നത് ഇവിടെ പ്രിൻസിപ്പൽ ഐഡിയലാണ്. n പ്രിൻസിപ്പൽ ഐഡിയലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? എന്നിനെ നമുക്കൊരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ n ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ g of x for some g of x belongs to n. ഓക്കെ, അപ്പോൾ n എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ g of x ആണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, p of x എന്നത് എന്നിലുണ്ട്. ആ n എന്നത് എന്താണ്? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ g of x ആണ്. സോ p of x ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ g of x. ഇതിൻ്റെ അർത്ഥം എന്താ? p of x എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ g of x ലുണ്ട് എന്ന് പറഞ്ഞാൽ p of xനെ നമുക്ക് g of xൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ അതിനെ q of x ഇൻറ്റു g of x എന്ന് എഴുതി. ഫോർ സം q of x ബിലോങ്സ് ടു f of x. അപ്പോൾ p of x ഈക്വൽ ടു q of x ഇൻറ്റു g of x. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ p of x എന്നത് ഇറഡ്യൂസിബിളാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ p of x നമുക്ക് q of x ഇൻറ്റു g of x എന്ന് ആക്കി എഴുതാമെന്നും കിട്ടി. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് g of xും ഡിഗ്രി ഓഫ് q of xും എന്താവണം? ഒന്നുകിൽ ഡിഗ്രി ഓഫ് g of x 0 ആവണം, അതല്ലെങ്കിൽ ഡിഗ്രി ഓഫ് q of x എന്നത് 0 ആവണം അല്ലേ? ഇതിന് കാരണം എന്താണ്? p of x എന്നത് ഇറഡ്യൂസിബിളാണ്. മാത്രമല്ല നമുക്ക് p of xനെ q of xൻ്റെ g of x എന്ന് എഴുതാൻ കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്നത് 0 ആവണം. അപ്പോൾ ഡിഗ്രി ഓഫ് g of x ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് q of x ഈക്വൽ ടു 0. ഇഫ് ഡിഗ്രി ഓഫ് g of x ഈസ് 0, അഥവാ g of xൻ്റെ ഡിഗ്രിയാണ് 0 എങ്കിൽ g of x എന്തായിട്ട് മാറും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. ആ കോൺസ്റ്റൻ്റ് എന്നത് എഫിലുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ g of x എന്നത് എവിടെയുള്ള ഒരു എലമെൻറ്റായി? എഫിലുള്ള ഒരു എലമെൻറ്റായി. എഫ് എന്നത് ഫീൽഡാണ്. ഫീൽഡിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റുകൾക്കും എന്തുണ്ട്? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ? അതായത് g of x എന്നത് ഒരു യൂണിറ്റ് ആയിട്ട് മാറി. അപ്പം നമ്മുടെ റിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ എന്നിൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഐഡിയൽ എന്നത് നമ്മുടെ ഹോൾ റിങ്ങിനോട് ഈക്വലാണ്. അങ്ങനെ ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ g of x എന്നത് എഫിലുണ്ട്. ദാറ്റ് ഈസ് g of x ഈസ് എ യൂണിറ്റ് in f of x. Then by theorem n is equal to f of x. ഓക്കെ, അപ്പോൾ n എന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഇവരുടെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മളെ ഐഡിയൽ n ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ n ആരോട് ഈക്വലാന്ന് കിട്ടി? എഫ് ഓഫ് എക്സിനോട് ഈക്വലാന്ന് കിട്ടി. ഓക്കെ,
ഇനി അഥവാ ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് 0 എങ്കിൽ, ഇഫ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് ഈസ് 0, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പി ഓഫ് എക്സിന് നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 0 ആണെന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്, വിച്ച് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എക്സ്. ദാറ്റ് മീൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു പി ഓഫ് എക്സ്. അതായത് പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് നമ്മൾ ജി ഓഫ് എക്സിനെ എഴുതി. സോ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. സി നോട്ട് ഈക്വൽ ടു 0 എന്നുണ്ട് കേട്ടോ. അപ്പോൾ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, അതായത് ജി ഓഫ് എക്സിനെ പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജി ഓഫ് എക്സ് എന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുണ്ടാവും. ഇനി ഈ ജി ഓഫ് എക്സ് എവിടെയുള്ള ആളായിരുന്നു? ജി ഓഫ് എക്സ് നോക്കൂ, എന്നിലുള്ള ആളാണ്. അതായത് എന്നിലൊരു എലമെൻ്റാണ് ജി ഓഫ് എക്സ്. നമ്മൾ പറഞ്ഞു ഇവിടെ എൻ എന്നത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിളാവുമ്പോൾ എന്നിനെ നമുക്ക് ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എൻ എവിടെ ഉള്ളതായിരുന്നു? ജി ഓഫ് എക്സ് എന്നത് എന്നിലുള്ളതാണ്. അപ്പോൾ ഈ ജി ഓഫ് എക്സ് എന്ന ഈ പോളിനോമിയൽ എന്നിലുണ്ട്. അപ്പോൾ ജി ഓഫ് എക്സ് എന്നതൊരു ആർബിട്രറി എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ 3 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു 3 എന്നത്? നോക്കൂ, ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൻ. ഇപ്പം നമുക്കൊരു 4th ഇക്വേഷൻ കിട്ടി. അതായത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നത് n is contained in p of x. This is 4. From 3 and 4, 3ൽ നിന്നും 4ൽ നിന്ന് നമുക്ക് എന്ത് വരും? The ideal generated by p of x is equal to n. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മുടെ n എന്നത് the ideal generated by p of x ആയി. അതായത് ഇതായി. അഥവാ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിൻ്റെയും n എന്നത് എഫ് ഓഫ് എക്സിൻ്റെയും ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൻ്റെയും ഇടയിലുള്ള ഒരു ഐഡിയൽ ആണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കേസിൽ n ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടി. രണ്ടാമത്തെ കേസിൽ n ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടി. അതായത് ഇങ്ങനെ ഒരു n അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് എഫ് ഓഫ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, therefore the ideal generated by p of x is maximal ideal. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. എക്സാമ്പിൾ, ഷോ ദാറ്റ് z5 of x given the ideal generated by x cube plus 3x plus 2 is a field. അപ്പോൾ ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് ആയിട്ട് എന്ത് ചെയ്യാം? എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 എന്നാക്കാം. അതായത് നമുക്ക് കിട്ടുന്ന ഫാക്ടറിങ് എന്നത് ഇതായിരിക്കും അല്ലേ? z5 ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഇതെന്നത് ഫീൽഡ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ താഴെയുള്ള ഈ ഐഡിയൽ മാക്സിമൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് മാക്സിമൽ. ഇനി ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നത് മാക്സിമൽ ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്തായാൽ മതി? ഇറെഡ്യൂസിബിൾ ആയാൽ മതി. ഇറെഡ്യൂസിബിൾ ഓവർ എഫ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് നമുക്കുള്ള ഈ ഒരു പോളിനോമിയൽ എന്നത് ഇറെഡ്യൂസിബിൾ ഓവർ എവിടെ പ്രൂവ് ചെയ്യണം? ഓവർ z5. ഇപ്പോൾ z5ൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 എന്ന പോളിനോമിയൽ ഇറെഡ്യൂസിബിളാണെന്ന് കിട്ടണം. അപ്പോൾ നമുക്കറിയാം ഇതെന്നതൊരു 3rd ഡിഗ്രി പോളിനോമിയലാണ്.
തേർഡ് ഡിഗ്രി പോളിനോമിയലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലൊക്കെ ഇറഡ്യൂസിബിൾ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് നമ്മുടെ ഫീൽഡിൽ 0 ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിതിന് 0 ഉണ്ടോ നോക്കാം. അതായത് Z5 എന്നത് 0 1 2 3 4 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ പി ഓഫ് എക്സിൻ്റെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പി ഓഫ് 0 എന്നത് നമുക്ക് കിട്ടുന്നത് 0³ + 3 × 0 + 2 എന്നാണ്. ഇതെന്നത് 2 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ 0 എന്നത് ഒരു റൂട്ടല്ല. ഇനി പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1³ + 3 × 1 + 2, അതായത് 1 + 3 + 2, ദാറ്റ് ഈസ് 6 എന്നത് Z5 1 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഇൻ Z5. അപ്പോൾ 1 എന്നതും നമ്മുടെ പോളിനോമിയലിൻ്റെ 0 അല്ല. ഇനി പി ഓഫ് 2 എന്ന് പറയുമ്പോൾ 2³ + 3 × 2 + 2, അതായത് 8 + 6 + 2. 8 എന്നത് Z5 3 ആണ്, 6 എന്നത് 1 ആണ്, 2 അല്ലേ. അപ്പോൾ 3 + 1 4, 4 + 2 എന്ന് പറഞ്ഞാൽ 6 വരും. 6 എന്നത് Z5 1. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ പി ഓഫ് 2 എന്നതും 0 അല്ല. ഇനി പി ഓഫ് 3 ഈസ് 3³ + 3 × 3 + 2, അതായത് 3³ പറയുമ്പോൾ 27 + 3 × 3 9 + 2. 27 എന്നത് 5 വരുമ്പോൾ 2 വരും, 9 4 + 2, അതായത് 4 + 4 8 എന്ന് വരും. 8 എന്നത് Z5 3 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഇൻ Z5. അത് ലാസ്റ്റ് പി ഓഫ് 4 അല്ലേ. പി ഓഫ് 4 എന്നത് 4³ + 3 × 4 + 2 എന്നാണ്. 4³ പറഞ്ഞാൽ 64 + 3 × 4 12 + 2. 64 എന്ന് Z5 4, ഇത് 2 + 2, ദാറ്റ് ഈസ് 8. 8 എന്നത് 3 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ഇൻ Z5. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സിന് Z5 ഒരു 0 ഇല്ല. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ Z5. Then by theorem, the ideal generated by P of x is maximal in Z5 of x. So the factoring Z5 of x give 1. The ideal generated by P of x is a field. Okay, thank you.